ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈല ഷിയാറ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖാണോ? ഞാൻ ഇവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല. അറിയാമല്ലോ, അനാവശ്യമായിട്ട് വരുന്ന മൂഡ് സ്വിങ്സിന്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ചെറിയ മുടയൊക്കെയാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. നമുക്ക് അറിയാമല്ലോ മുട ഏത് കൊണ്ടാണുള്ളത്. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അപ്പോ നമ്മുടെ കോണ്ടന്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ എന്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിൽ നിന്ന് വിപരീതമായിട്ട് ഐ തോട്ട് ഞാൻ ഇന്ന് ഒരു ഓപ്പൺ കോൺവെർസേഷൻ പോലെ ഒരു എപ്പിസോഡ് ചെയ്യാറുള്ളത്. കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ ശരിയാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പർക്കം ഉണ്ടാവണമല്ലോ. പക്ഷെ ഇവിടെ നമുക്ക് അത് പോസിബിൾ അല്ലാത്ത കൊണ്ട് തൽക്കാലം ഐ തോട്ട് ഐ വിൽ ഷെയർ മൈ പെർസ്പെക്റ്റീവ് ഓൺ എ വെരി റെലവെന്റ് ടോപ്പിക് ഇൻ അവർ സൊസൈറ്റി നൗ. ബിക്കോസ് നമ്മൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സംസാരിക്കാനും എൻ്റെ അഭിപ്രായങ്ങൾ ഒരു സ്ഥലത്ത് രേഖപ്പെടുത്താനും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരേ കാര്യത്തിന് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് നിന്ന് പല പല ആംഗിളിൽ നിന്ന് കേൾക്കാനും അത് ഒബ്സർവ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. സോ ഐ തോട്ട് ഇന്ന് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാറുള്ളത്. ഐ ഗെസ് ഒരേപോലെ അക്സെപ്റ്റൻസും ഒരേപോലെ ഹെയ്റ്റും കിട്ടുന്ന ഒരു ടോപ്പിക് തന്നെയാണിത്. നിങ്ങൾക്ക് എന്റെ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്നുള്ളത്. ഒരേപോലെ അക്സെപ്റ്റൻസും ഒരേപോലെ ഹെയ്റ്റും എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഹെയ്റ്റ് തന്നെയാണ് ഈ ടോപ്പിക്കിന് കൂടുതലും ഉള്ളത്. ആൻഡ് കുറച്ച് പേര് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരും ഉണ്ട്, കുറച്ച് പേര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അക്സെപ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് രണ്ടും രണ്ട് കാര്യങ്ങളാണല്ലോ. അപ്പോ അങ്ങനെയുള്ളവരും ഉണ്ട്. സോ ഐ തോട്ട് എന്റെ പെർസ്പെക്റ്റീവ് എന്താണ് ഈ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ളത് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാറുള്ളത്. ബേസിക്കലി ഈ LGBTQ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. ആ സമയത്ത് ഈ LGBTQIA+++ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടൊന്നും എനിക്ക് അറിയില്ല. ഞാൻ അറിഞ്ഞത് ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പറ്റി മാത്രമായിരുന്നു. അതായത് ഒരു നോർമലി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഉള്ള പോലെ തന്നെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമായിട്ട് ജനിക്കുന്നു. ആൻഡ് അവര് വളർന്ന് വലുതാവും കഴിയുമ്പോൾ ആൺകുട്ടിയുടെ ശരീരമാണെങ്കിൽ പോലും അയാളുടെ മനസ്സിൽ അയാൾ ഒരു പെണ്ണായിരിക്കും, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ശരീരമാണെന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ അയാൾ ഒരു ആൺകുട്ടിയായിരിക്കും. ആൻഡ് വളർന്നു വരുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ അയാൾക്ക്. അപ്പോൾ അവർ സർജറി ചെയ്ത് ഒക്കെ അവർക്ക് വേണ്ടപ്പെട്ട ജെൻഡറിലേക്ക് ചേഞ്ച് ആവുന്നതിനെ ആയിരുന്നു ഈ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ട്രാൻസെക്ഷൽ എന്നുള്ളൊരു സംഭവം എന്നായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ അറിഞ്ഞത്, വിച്ച് വാസ് വെരി റോങ്. ഓക്കെ, അപ്പൊ എനിക്ക് ഈ കമ്മ്യൂണിറ്റിയെ പറ്റി മാത്രമായിരുന്നു അന്ന് അറിഞ്ഞിരുന്നത്. അപ്പൊ എനിക്ക് അന്ന് സത്യം പറഞ്ഞാൽ അതിൽ തെറ്റാണോ ശരിയാണോ ഒന്നും ചിന്തിക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ എനിക്ക്. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ തെറ്റു ശരിയൊന്നും ഞാൻ ഇതൊന്നും പോയില്ല. എനിക്ക് ഫസ്റ്റ് ഒരു അത്ഭുതമായിരുന്നു, ഓ അങ്ങനെയുണ്ടോ, അപ്പൊ ഒരു പുരുഷൻ സ്ത്രീ എന്നതിലപ്പുറം മറ്റൊരു ജെൻഡർ ഉണ്ടോ? എനിക്കറിയില്ലായിരുന്നു. എനിക്ക് അന്നൊരു എനിക്കൊരു അത്ഭുതമായിരുന്നു അത്. പിന്നെ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി എക്സ്പോഷർ കിട്ടുന്നു. അവിടുന്ന് ഇവിടെ നമ്മൾ ഒരുപാട് അറിവുകൾ കിട്ടുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഓക്കെ, ഇത് ഇങ്ങനെയല്ല, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ട്രാൻസ്സെക്ഷൽ കമ്മ്യൂണിറ്റി രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ആൻഡ് ഇവര് മാത്രമല്ല, LGBTQIA++++ എന്നിങ്ങനെ പല പല രീതിയിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ആൾക്കാരും പല പല സെക്ഷൻസും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. ഇനീഷ്യലി കേട്ടപ്പോ എനിക്കൊരു ഇതെന്താ അത് ഇങ്ങനെ, അതെങ്ങനെയാ അത്, എനിക്ക് ലെസ്ബിയൻ, ഗേ, ബൈസെക്ച്വൽ ഈ ടൈപ്പ് കോൺസെപ്റ്റ് ഒന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിനെക്കാട്ടിലും എനിക്കൊരു അത്ഭുതമായിരുന്നു. എനിക്ക് അതെങ്ങനെയാ അത് ആണും പെണ്ണും, അത് പെണ്ണും അതെങ്ങനെ ആണും അതെന്താ അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് ഇനീഷ്യലി തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഒരു കുഞ്ഞ് ജനിക്കുന്നു, ഓക്കെ, ഞാനൊരു പെണ്ണായിട്ട് ജനിക്കുന്നു, XY, അല്ലെങ്കിൽ X ഒരു ആണായിട്ട് ജനിക്കുന്നു. ആൻഡ് ജനിച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ ലൈഫിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള സന്തോഷങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വളർന്നു വലുതാകുമ്പോൾ. ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ എന്റെ സന്തോഷം, എന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്തൊക്കെയാണ്, നല്ല ഭംഗിയുള്ള ഉടുപ്പിടാം, നല്ല ഭംഗിയുള്ള മേക്കപ്പ് ചെയ്യാം, ലിപ്സ്റ്റിക് ഇടാം, നല്ല രീതിക്ക് ഒരുങ്ങി പോവാം. ഇതൊക്കെ ലൈഫിലെ കുഞ്ഞു 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 ബേസിക് സന്തോഷങ്ങളാണല്ലോ. നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നന്നായിട്ട് ഒരുങ്ങി പോയി കഴിയുമ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. ഇതൊക്കെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു ഹാപ്പിനെസ് തന്നെയാണല്ലോ, നമ്മളെ കോൺഫിഡൻസ് ആണല്ലോ. അപ്പോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥ. അതായത് ഒരു ആൺകുട്ടിയായിട്ട് ജനിക്കുന്നു,
ആൻഡ് ആ ആൺകുട്ടിയുടെ മനസ്സിലുള്ളത് ഒരു പെണ്ണിന്റെ മനസ്സാണ്. ആ കുട്ടിക്കും ഈ പറഞ്ഞ പോലെ കണ്ണെഴുതാനും കരി വരയ്ക്കാനും പൊട്ടു തൊടാനും അല്ലെങ്കിൽ നല്ല ഉടുപ്പിട്ട് പോവാനും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ആണിന്റെ ബോഡിയാണ്. ഞാൻ പറഞ്ഞത് എത്ര നമുക്ക് റിലേറ്റ് ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല, ബിക്കോസ് എനിക്കിത് തുടക്കത്തിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് കഴിഞ്ഞിട്ടാണ് എനിക്ക് തന്നെ ഇത് മനസ്സിലായത്. ലൈക്ക് നമ്മളൊരു പെണ്ണായിട്ടിരിക്കുമ്പോ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ ചെയ്യാനും ഇങ്ങനെ ചെയ്യാനും ഇവിടെ പോവാനും കണ്ണെഴുതാനും പൊട്ടു തൊടാന് ഒരുങ്ങി പോവാന് നല്ല ഉടുപ്പിടാന് ഇങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു ബേസിക് കാര്യങ്ങൾ അതുപോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ബിക്കോസ് എനിക്ക് കിട്ടിയ ശരീരം ഒരു പുരുഷന്റേതാണ്. എനിക്കല്ല കേട്ടോ, ഞാൻ മറ്റേ പെർസ്പെക്റ്റീവിൽ പറയാ. അപ്പോ ആ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോ ശരിയാണ്. ലൈക്ക് അവര് ചെയ്യാത്തൊരു കുറ്റത്തിന്റെ പേരിൽ ഈ പറഞ്ഞ പോലെ സയന്റിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് ഇങ്ങനെ പേജ് മറച്ച് മറിച്ച് മറിച്ച് വെച്ച് ആ വീട്ടിൽ പോയി പഠിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ചാപ്റ്റർ ഉണ്ടല്ലോ. അതിൽ തന്നെ നമ്മൾ പഠിക്കുന്ന വളരെ കുഞ്ഞായിട്ട് നമ്മൾ പഠിക്കുന്ന ബേസിക് കാര്യമാണ് നമ്മുടെ ക്രോമസോംസിൽ എക്സ് ക്രോമസോം വന്നാൽ പെൺകുട്ടി, XY ക്രോമസോംസ് വന്നാൽ ആൺകുട്ടി എന്നുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ. എക്സും വന്നാൽ ഗേൾ, XY വന്നാൽ ബോയ്, അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ബേസിക്കലി സ്ത്രീകൾക്ക് എപ്പോഴും ഉള്ളത് X ക്രോമസോംസ് ആയിരിക്കും. ക്രോമസോം ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആൾക്കാർ ക്രോമസോം എന്ന് പറയാൻ കേട്ടോ. ക്രോമസോം ആണെങ്കിൽ നിങ്ങൾ ക്രോമസോം എന്ന് കേട്ടാൽ മതി. സ്ത്രീകൾക്ക് എപ്പോഴും X ക്രോമസോംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആണുങ്ങളിലാണ് എക്സും വൈയും ഉണ്ടാവുക. അപ്പോ ഇന്റർകോഴ്സ് നടക്കുന്ന സമയത്ത് അച്ഛൻ കൊടുക്കുന്നത് എന്താന്നുള്ളത് അനുസരിച്ചിരിക്കും ഉണ്ടാവാൻ പോകുന്ന കുട്ടിയുടെ ജെൻഡർ എന്താന്നുള്ളതനുസരിച്ച്. അതായത് ഇവിടെ ഇത് സ്ത്രീയും ഇത് പുരുഷനുമാണെങ്കിൽ ഈ സ്ത്രീക്ക് എക്സ് മാത്രമേ ഉള്ളൂ, ആണിന്റെ കയ്യിലാണ് എക്സും വൈയും ഉള്ളത്. ഓക്കെ, അപ്പൊ ഇന്റർകോഴ്സിന്റെ സമയത്ത് ആണ് കൊടുക്കുന്നത് എക്സ് ആണെന്നുണ്ടെങ്കിൽ എക്സും വന്ന് ഇവിടെ പെൺകുട്ടി ഉണ്ടാവുന്നു. ആണ് കൊടുക്കുന്നത് വൈ ആണെന്നുണ്ടെങ്കിൽ എക്സും വൈയും വന്നിട്ട് ആൺകുട്ടി ഉണ്ടാവുന്നു. ബേസിക്കലി ഇങ്ങനെയാണല്ലോ കുട്ടിയുടെ ജെൻഡർ ഉണ്ടാവുന്നത്. അപ്പോൾ ബേസിക്കലി ബയോളജിക്കലി ഒരു ഗേൾ ആയിട്ട് ജനിച്ച ആളാണെങ്കിൽ പോലും അയാളുടെ ഐഡൻറ്റിറ്റി ഡിഫറെൻ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. കാരണം അവരുടെ ജനറ്റിക്സ് ആയിരിക്കാം, അവരുടെ ഹോർമോണൽ ഇൻഫ്ലുവൻസസ് ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആവാം. ആൻഡ് ഇതെല്ലാം ബേർത്തിന് മുന്നേ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരിക്കലും ഒരു കുട്ടി ചൂസ് ചെയ്യുന്ന ഐഡൻറ്റിറ്റി അല്ല ഇത്. ഇതിൽ ഒരുപാട് ബയോളജിക്കൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫാക്ടേഴ്സിൻ്റെ ഇൻട്രാക്ഷൻസ് ഉണ്ട് വിച്ച് ബിഗിൻ ബിഫോർ ബർത്ത്. അപ്പോ ആ കുട്ടി ഉണ്ടായി വരുമ്പോ ആ കുട്ടി ഒരു പെൺകുട്ടിയുടെ ബോഡി ആയിട്ടായിരിക്കും വരുന്നത്, പക്ഷെ മനസ്സിൽ അതൊരു പുരുഷനായിരിക്കും. ഞാൻ പറഞ്ഞത് എത്ര റിലേറ്റ് ആവാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിൾ ആയിട്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ എത്തിക്കഴിയുമ്പോഴാണല്ലോ നമുക്ക് ഈ ലവ്, പ്യാർ, കാതൽ, ഈ നല്ല സീനിയർ ചേട്ടന്മാര് പോകുമ്പോൾ നമ്മൾ ഹായ് നോക്കിയാ ചേട്ടൻ ഈ സംഭവങ്ങളൊന്നും നമ്മൾ ആരെയും പഠിപ്പിക്കുന്നതല്ലല്ലോ. അതായത് നമുക്ക് ടീനേജ് ആയി കഴിയുമ്പോൾ മോളെ നിനക്ക് 13 വയസ്സായി, ഇനി തൊട്ട് നീ ആണുങ്ങൾ വരുമ്പോൾ നോക്കണം, അല്ലെങ്കിൽ മോനെ നിനക്ക് 13 വയസ്സായി, ഇനി തൊട്ട് നീ പെൺകുട്ടികൾ പോകുമ്പോൾ വായി നോക്കണം എന്നാലും പഠിപ്പിച്ചു കൊടുക്കുന്നതല്ലല്ലോ. നാച്ചുറലി നമ്മുടെ ഉള്ളിൽ ആ ഫീല് വരുന്നതല്ലേ. ഓപ്പോസിറ്റ് ജെൻഡറിനെ കാണുമ്പോൾ എന്നുള്ളൊരു സംഭവം ഫീല് വരുന്നതാണല്ലോ. കുഞ്ഞിക്കുട്ടിയായിരിക്കും അത് വരുന്നില്ലല്ലോ. നമുക്ക് ആ ഒരു പ്രായം എത്തി കഴിയുമ്പോഴല്ലേ നമുക്ക് ആ ഒരാളോട് നമുക്ക് ക്രഷ് അടിക്കുന്നതും ഇൻഫാക്ച്വേഷൻസും ലവ് അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ നമുക്ക് ഒരാളോട് തോന്നുന്ന ഒരു പ്രായം എത്തുമ്പോൾ തനിയെ വരുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പോ ഞാനൊരു പെണ്ണായിട്ടിരിക്കുമ്പോ എന്റെ കൂടെയുള്ള എനിക്കറിയാം ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് കല്യാണം കഴിക്കുന്നത്. സൊസൈറ്റി സ്റ്റീരിയോടൈപ്സ് അങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. അപ്പൊ എന്റെ ബ്രെയിനിലും ഇൻബിൽറ്റ് ആയിട്ട് ഓക്കെ ഞാനൊരു പുരുഷനെയാണ് കല്യാണം കഴിക്കേണ്ടത്, പുരുഷനായിരിക്കും എന്റെ പാർട്ട്ണറായിട്ട് വരേണ്ടത് തന്നെയായിരിക്കും എനിക്കും ഉണ്ടാവുക. നമ്മുടെ ടീനേജ് ടൈമിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഈ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരാൾ പോകുമ്പോൾ, അതായത് ഇപ്പോൾ ഞാൻ ഒരു പെണ്ണിന്റെ പെർസ്പെക്ടീവ് തന്നെ പറയാം. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ചെക്കൻ പോകുമ്പോൾ ഹായ് നോക്കിയിട്ട് നല്ല രസമുണ്ടല്ലേ ആ ചെക്കൻ, ഹായടാ എന്തൊരു സൂപ്പറാന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് മാത്രം ആ ഒരു ഫീൽ അയാളോട് വരുന്നേ ഇല്ല. ആൻഡ് ഞാൻ ചിന്തിക്കും എന്താണ് ഇവരൊക്കെ പറയുന്ന ഒരു എന്തൂസിയാസം എനിക്ക് തോന്നാത്തത് ഓപ്പോസിറ്റ് ജെൻഡറിനോട് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നായിരിക്കും ഞാൻ ആദ്യം ചിന്തിക്കുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഓക്കെ എനിക്ക് ഓപ്പോസിറ്റ് ജെൻഡറിനോട് ഒരു ഫീലിങ്സും അട്രാക്ഷനും അറ്റാച്ച്മെന്റും ഒന്നും എന്റെ പ്രായത്തിലുള്ള മറ്റ് ഗേൾസിന് തോന്നുന്ന പോലെ തോന്നുന്നില്ല. ഇനീഷ്യലി തോന്നുമായിരിക്കും അതെന്താണ് എനിക്ക് തോന്നാത്തത്, എനിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത്. പക്ഷെ ലേറ്റർ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവുമായിരിക്കും ഇവർ ഈ പറയുന്ന സാധനം ഇവർക്ക് ഈ മറ്റൊരാണിനോട് തോന്നുന്ന ഒരു സാധനം, അതേ വികാരം, അതേ ഇമോഷൻസ്, അതേ ഫീൽ എനിക്കൊരു പെൺകുട്ടിയോടാണ് തോന്നുന്നത്, വിച്ച് ഇസ് വിയേർഡ്. ആദ്യമായിട്ട് അത് അനുഭവപ്പെടുമ്പോൾ വിച്ച് ഇസ് വിയേർഡ് അല്ലെ. ഇപ്പോഴല്ലേ നമുക്ക് ഈ കോൺസെപ്റ്റിനെ പറ്റി അറിയുന്നത്. നമുക്ക് ഇതൊന്നും അറിയുന്നതിന് മുന്നേ ഇത് അറിയുന്ന സമയത്ത്
ഇതെന്താ ഇങ്ങനെ, എനിക്ക് മാത്രമാണോ തോന്നുന്നത്, വേറെ ആർക്കും ഇത് ഇങ്ങനെ ഇല്ലല്ലോ, അപ്പൊ എനിക്ക് എന്തോ കുഴപ്പമുണ്ടോ എന്ന് അങ്ങനെയല്ലേ നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുള്ളൂ. അങ്ങനെയായിരിക്കും ആദ്യം ആ കുട്ടിക്ക് തോന്നുന്നുണ്ടാവുക. അത് ആ കുട്ടിക്കും ഓക്കോടായിരിക്കും. എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് ആ കുട്ടി മനഃപൂർവ്വം ഓക്കെ ആണുങ്ങൾ വലിയ സുഖമില്ല, പെണ്ണുങ്ങളെ നോക്കിയേക്കാം എന്ന് പറഞ്ഞ് ഒരിക്കലും നോക്കില്ല. ബിക്കോസ് നമുക്ക് ലൈഫിൽ ഇപ്പൊ എന്തൊക്കെ അങ്ങനെ ഡെസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ, സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ ഉള്ള ഫാക്ടേഴ്സ് ആണല്ലോ, ഇതൊക്കെ ഫാക്റ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ഓക്കെ ആണുങ്ങൾ സുഖമല്ല, പെണ്ണുങ്ങളെ നോക്കാം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാണ്, നമുക്ക് ഇമോഷണൽ കണക്ട് അവിടെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ ലെസ്ബിയൻ അല്ലാത്ത ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും മറ്റൊരു പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് ഫിസിക്കൽ അല്ലെങ്കിൽ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലല്ലോ. അതിന് ലെസ്ബിയൻ ആണെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. ലെസ്ബിയൻ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആൾ വന്നാൽ തന്നെ അവരെ സെക്ഷുവലി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, വിച്ച് ഇസ് എ ഫാക്ട് അല്ലേ. അപ്പോ അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടും ഒരാൾ ഒരിക്കലും മനഃപൂർവ്വം എനിക്ക് ഓപ്പോസിറ്റ് ജെൻഡർ വേണ്ട, എന്റെ സെയിം ജെൻഡർ മതി, ഞാൻ കുറച്ച് ഒഴുക്കിനെതിരെ നീന്താം എന്ന് പറഞ്ഞ് പോവില്ല. മനസ്സിലായോ? അത് ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു പ്രായം കഴിഞ്ഞപ്പോൾ മറ്റൊരാളോട് തോന്നുന്ന ക്രഷും അറ്റാച്ച്മെന്റ് സംഭവങ്ങൾ ഫീലിങ്സ് ഒക്കെ അവർക്ക് ഓപ്പോസിറ്റ് ജെൻഡറിനോട് തോന്നുന്നുണ്ടായിരുന്നില്ല. അതേ സംഭവം അവർക്ക് ഇവരോടാണ് തോന്നിക്കൊണ്ടിരുന്നത്. അത് അവരുടെ തെറ്റാണോ? അല്ല. ബിക്കോസ് അവര് ജനിച്ചതേ അങ്ങനെയാണ്. മനസ്സിലായോ? അവര് ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നേ അച്ഛനും അമ്മയും ഇന്റർകോഴ്സ് നടക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ആ കുട്ടീനെ ഉണ്ടാക്കിയത്. ഈ കുട്ടി ജനിച്ചു വീഴുന്നത് ഇങ്ങനെയാണ്. ദൈവം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അത് അവരുടെ ഫോൾട്ട് അല്ല ഒരിക്കലും. സോ ഞാൻ വിചാരിച്ചു ഈ ഒരു സംഭവം, ഈ ഒരു കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായ അന്ന് തൊട്ട് ഞാൻ ചിന്തിച്ചു, എനിക്ക് മനസ്സിലായി തുടങ്ങി ശരിക്കും പറഞ്ഞാൽ അവരെന്താണ് ചെയ്തത്. ഈ ലെസ്ബിയൻസോ ഗേയോ ബൈസെക്ഷലോ വോട്ട് എവർ, അവരെന്ത് തെറ്റാണ് ചെയ്തത് ശരിക്കും? ബിക്കോസ് അവർ ജനിച്ചതേ അങ്ങനെയാണ് അല്ലേ. അവർക്ക് നമുക്ക് ഈ ഓപ്പോസിറ്റ് ജെൻഡറിനോട് തോന്നുന്ന ഫീലിങ്സും അട്രാക്ഷനും ഒന്നും അവർക്ക് തോന്നുന്നില്ല. അവർക്ക് സെയിം ജെൻഡറിനോടായിരിക്കും തോന്നുന്നുണ്ടാവുക, അല്ലെങ്കിൽ രണ്ട് ജെൻഡറിനോടും ഈക്വലി തോന്നുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതൊന്നും ആ ആൾക്കാരുടെ മാനസിക വൈകല്യമല്ല. അതൊരു വൈകല്യം എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, അതൊരിക്കലും മാനസിക വൈകല്യമല്ല. ഓക്കെ, ബയോളജിക്കലി അവരെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ബയോളജിക്കലി അങ്ങനെയാണ് അവരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഓക്കെ, അതൊരിക്കലും മാനസികമല്ല. മനസ്സിലായോ? ആൾക്കാര് പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതവരുടെ മെന്റാലിറ്റിന്റെ പ്രശ്നമാണ്. അവരുടെ മെന്റാലിറ്റി മാറ്റിയാൽ ഇത് റെഡിയാവും എന്നുള്ളത്. ദിസ് ഇസ് നോട്ട് മെന്റാലിറ്റി, ദിസ് ഇസ് സെക്ഷുവാലിറ്റി. മനസ്സിലായോ? സെക്ഷുവാലിറ്റി ആർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ നാളെ തൊട്ട് ഞാൻ ഇനി ലെസ്ബിയൻ അയക്കാം എന്ന് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ ജനിച്ചത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടാണ്. എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നാളെ തൊട്ട് ഞാൻ ലെസ്ബിയൻ അയക്കാം എന്ന് പറഞ്ഞാൽ എനിക്ക് ലെസ്ബിയൻ ആവാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ വേറൊരു പെൺകുട്ടിക്ക് എന്നെ സെക്ഷുവലി അല്ലെങ്കിൽ ഫിസിക്കലി സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ബിക്കോസ് ഞാൻ സ്ട്രെയിറ്റ് ആണ്. അതേപോലെ ലെസ്ബിയൻ ആയ ഒരാൾക്ക് ഒരിക്കലും ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരാൾക്ക് അയാളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അതിന് അയാൾക്ക് അട്രാക്ഷനും ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്നത് മറ്റൊരു പെൺകുട്ടിയോടായിരിക്കും. അതിന് അവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? നമുക്ക് മറ്റൊരു ഓപ്പോസിറ്റ് ജെൻഡറിനോട് തോന്നുന്ന അട്രാക്ഷനും ഫീലിങ്സും തെറ്റല്ല എന്നുണ്ടെങ്കിൽ ലെസ്ബിയൻ ആയിട്ടുള്ള ഒരാള് അയാൾക്ക് മറ്റൊരു പെൺകുട്ടിയോട് തോന്നുന്നതിന് നമുക്ക് എങ്ങനെ തെറ്റാന്ന് പറയാൻ പറ്റും? അതൊരിക്കലും അയാളുടെ മെന്റാലിറ്റി അല്ല, അത് അയാളുടെ സെക്ഷുവാലിറ്റിയാണ്. മെന്റാലിറ്റിയും സെക്ഷുവാലിറ്റിയും രണ്ടും രണ്ടാണ്. ഓക്കെ, സെക്ഷുവാലിറ്റി നമുക്ക് ഒരിക്കലും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ദാറ്റ് ഇസ് നോട്ട് അവർ ചോയ്സ്. അവർ ചൂസ് ചെയ്ത ലൈഫ് അല്ല ഇത്. അവർ ജനിച്ചതേ അങ്ങനെയാണ്. അവർക്ക് ഫീലിങ്സും നടക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പുരുഷന് മറ്റൊരു സ്ത്രീയെ കാണുമ്പോഴും സ്ത്രീയെ ലൈക്ക് റൊമാൻറ്റിക്കലി നോക്കുമ്പോഴും തൊടുമ്പോഴും ഒക്കെ ഇയാൾക്ക് ഇറക്ഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഗേ ആയിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ ഓപ്പോസിറ്റ് ജെൻഡറിന്റെ അടുത്തല്ല ഇറക്ഷൻ സംഭവിക്കുന്നുണ്ടാവുക, സെയിം ജെൻഡറിന്റെ അടുത്തായിരിക്കും. അതൊരിക്കലും അവരുടെ ഫോൾട്ട് അല്ല, അവരെ ജനിപ്പിച്ചതേ അങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായ അന്ന് തൊട്ട് എനിക്ക് എന്താണ് ഇവരിങ്ങനെ, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ, ഇവർക്ക് നാണമില്ലേ എന്നുള്ള സംഭവങ്ങളൊന്നും പിന്നെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ബിക്കോസ് ഈ ഒരു കോൺസെപ്റ്റ് എനിക്ക് ക്ലിയർ ആയിരുന്നു. ഓക്കെ, ദിസ് ഇസ് നോട്ട് ദർ ചോയ്സ്. അവർ ചൂസ് ചെയ്ത ലൈഫ് അല്ല അത്. അവർ ജനിച്ചതേ ഇങ്ങനെയാണ്. ആൻഡ് അതിലൊരു തെറ്റുമില്ല അല്ലേ. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പുരുഷനെ ദൈവം സൃഷ്ടിച്ചു, അതേപോലെ തന്നെ ഒരു ലെസ്ബിയനെ ദൈവം സൃഷ്ടിച്ചു, ഒരു ഗേ ദൈവം സൃഷ്ടിച്ചു, ആൻഡ് ഒരു ബൈസെക്ഷുവലിനെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ഒരു അസെക്ഷുവലിനെ ദൈവം സൃഷ്ടിച്ചു. അങ്ങനെ മനസ്സിലായോ? ഡിഫറൻസ് ഉണ്ട്. ഞാൻ കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഐ ഐഡന്റിഫൈ മൈസെൽഫ് ആസ് എ ഡോഗ് എന്നൊരാൾ വന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഐ ഐഡന്റിഫൈ മൈസെൽഫ് ആസ് എ വുൾഫ് എന്നൊരാൾ വന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ളത്. സി,
കോമൺ സെൻസ് വെച്ചിട്ട് ലോജിക്കലി നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. സെക്ഷുവാലിറ്റിയും ജെൻഡറും ഒക്കെ ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇവര് മനുഷ്യരാണല്ലോ. മറ്റത് സയന്റിഫിക്കലി ഞാൻ പറഞ്ഞാണല്ലോ, ഐ ഐഡന്റിഫൈ മൈസെൽഫ് ആസ് എ ഡോഗ് അല്ലെങ്കിൽ ഐ ഐഡന്റിഫൈ മൈസെൽഫ് ആസ് എൻ ഇലഫന്റ് എന്നൊക്കെ വന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കാം, പുറം രാജ്യങ്ങളിലൊക്കെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കേസും ഈ കേസും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഓക്കെ, അതിന് നിങ്ങൾ എഗെയിൻസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഇവരെ നിങ്ങൾ കുറ്റം പറയുന്നതിൽ പ്രത്യേകിച്ച് കാരണമില്ല. ബിക്കോസ് ഇത് അവർ ചൂസ് ചെയ്ത ലൈഫ് അല്ല, അവരെ ഇൻബിൽറ്റ് ആയിട്ട് അവർ അങ്ങനെയാണ്. ഇതിൽ കൂടുതൽ എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ചില ആൾക്കാരുണ്ട്, അവര് ഭയങ്കര ലൈക്ക് ഈ ഒരു കോൺസെപ്റ്റിനോട് ഭയങ്കര അഗെയിൻസ്റ്റ് ആണ്. അവർക്ക് ഈ കോൺസെപ്റ്റുകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിലെ സയൻസിനെ പറ്റിയിട്ടോ ഒരു ധാരണയും ഇല്ല, അവർക്ക് ഒരു അറിവും ഇല്ല. അവർ ഇവരെ കംപ്ലീറ്റ്ലി അങ്ങ് വെറുക്കുന്നു. ബിക്കോസ് അവര് പറയുന്നത് ഇവരുടെ മെന്റാലിറ്റിക്കാണ് പ്രശ്നം, ഇവർക്ക് മാനസിക വൈകല്യമുണ്ട് എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു അറിവും ഉണ്ടായിരിക്കില്ല, ചുമ്മാ അവരെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ നമ്മളൊരു കാര്യത്തിലെ ശരി തെറ്റെന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള ഫാക്ട് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതും അതിന്റെ ഉള്ളിലെ സയൻസ് എന്താണെന്നുള്ളതും മനസ്സിലാക്കി അത് നമ്മൾ പഠിച്ചതിന് ശേഷവും നമുക്ക് അവരോട് എതിർപ്പാണ് തോന്നുന്നുണ്ടെങ്കിൽ അല്ലേ നമുക്ക് അവരോട് എതിർപ്പും അല്ലെങ്കിൽ നമ്മൾ യോജിപ്പും പ്രകടിപ്പിക്കാനുള്ള റൈറ്റ് ഉള്ളൂ. നമുക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല, നമുക്ക് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ, ഒന്നും അറിയില്ലാത്ത പക്ഷം നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല അല്ലേ. നമുക്ക് അവരെ പറ്റി, നമുക്ക് ഒരു വിഷയത്തെ പറ്റി എന്തെങ്കിലും ധാരണയോ അല്ലെങ്കിൽ ഒരു വിഷയത്തെ പറ്റി എന്തെങ്കിലും അറിവോ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരിക്കാം, ഞാൻ അറിഞ്ഞതിനേക്കാളും ഇനിയും എനിക്ക് അറിയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞു വെച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായെന്ന് വരാം. ഓക്കെ, അപ്പോൾ നമ്മള് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഓപ്പോസിറ്റ് അതിനേക്കാളും അറിവുള്ള ഒരാൾ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു ബേസിക് സംഭവം നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. ഇത് എന്താണെന്നുള്ളത്, എന്താണ് അവർക്ക് പറയാനുള്ളതെന്നോ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഉള്ളിലുള്ളതെന്നോ കേൾക്കാൻ പോലും ആർക്കും താല്പര്യമില്ല. ലൈക്ക് ഇവരെ എനിക്ക് വെറുപ്പാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. പക്ഷെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവരും മനുഷ്യരാണ്, അവർക്കും പറയാനുണ്ട്. താൻ ചെയ്യാത്തൊരു കുറ്റം കാരണം ലൈഫ് ലോങ് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ്? ഇത് ഇവർ ചൂസ് ചെയ്ത ലൈഫല്ല. ആൻഡ് അവരങ്ങനെ ജനിച്ചു പോയത് അവരുടെ തെറ്റ് പോലും അല്ലാത്തൊരു കാരണം കൊണ്ട് അവരങ്ങനെ ജനിച്ചു പോയത് കൊണ്ട് മാത്രം സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അടുത്തുനിന്നും സഹോദരങ്ങളുടെ അടുത്തുനിന്നും സൊസൈറ്റിയുടെ അടുത്തുനിന്നും എല്ലാം എതിർപ്പ് വാങ്ങിക്കൊണ്ട് എപ്പോഴും ഹേറ്റ് കിട്ടിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതും നമ്മൾ സ്വന്തം അച്ഛനും അമ്മയും പോലും തള്ളി പറയുന്ന അവസ്ഥ എന്താണെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കാർ പറയുന്നത് അവരുടെ കയ്യിലിരിപ്പ് കാരണമല്ലേ. ഇതിനകത്ത് എന്ത് കയ്യിലിരിപ്പാണുള്ളത്? ഇതിനകത്ത് ഇവരെന്ത് കുറ്റാണ് ചെയ്തത്? നമുക്കൊക്കെ ഓപ്പോസിറ്റ് ജെൻഡറിനോട് തോന്നുന്ന ഫീലിങ്സ് അവർക്ക് തോന്നുന്നില്ല. ആൻഡ് ഇനീഷ്യലി അവര് സ്വന്തം വിചാരിച്ചിട്ടുള്ളത് അതെന്താ ഈ തോന്നാത്തെന്നുള്ളത് അവരും അതിനെപ്പറ്റി ഓർത്ത് വറീഡ് ആയിട്ടുണ്ടാവുമായിരിക്കും. മനസ്സിലായോ? അപ്പോ ഇത്രയാണ് എനിക്ക്, ഇതിൽ കൂടുതൽ എനിക്കിത് ഡിസ്ക്രൈബ് ചെയ്ത് പറയാൻ അറിയില്ല. പിന്നെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ശരിയാണ്, ഞാൻ ഇവർക്ക് എഗെയിൻസ്റ്റ് ഒന്നും അല്ല, പക്ഷെ ഞാൻ ഇവരെ സപ്പോർട്ടും ചെയ്യുന്നില്ല. കാരണം എന്താ, ഇവരിതിനെ ഒത്തിരി പേര് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ട്രെയിനിലൊക്കെ പോയി കഴിഞ്ഞാൽ ശരിയാണ്, എന്താ ലൈക്ക് എനിക്കും അത്യാവശ്യം പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ ബാംഗ്ലൂരൊക്കെ പോയപ്പോൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കൈ കൂട്ടി വന്ന് നമ്മൾ പൈസയൊക്കെ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ തുണി കാണിക്കുമ്പോഴൊക്കെ ഞാൻ കൂടെ പറഞ്ഞ് ഞാൻ പേടിക്കാറുണ്ട്. പക്ഷെ ദി തിങ് ഈസ്, ഒരു സ്ത്രീ, ഒരു ഇൻഡിപെൻഡന്റ് വുമൺ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഹോൾ സ്ത്രീകളെയാണോ ആക്ഷേപിക്കാറ്? അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഹോൾ ആ പുരുഷൻ എന്ന് പറഞ്ഞ വർഗത്തെ മൊത്തമാണോ നമ്മൾ കുറ്റം പറയാറ്? അല്ലല്ലോ. കുറ്റം ചെയ്തത് ആരാണോ അവരെയല്ലേ നമ്മൾ കുറ്റം പറയാറ്. അപ്പൊ ഈ കേസിലും ആ കുറ്റം ചെയ്ത വ്യക്തികൾ അല്ലെങ്കിൽ തെറ്റ് ചെയ്ത വ്യക്തികൾ ആരാണോ ആ വ്യക്തികളെയല്ലേ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ആ ഹോൾ കമ്മ്യൂണിറ്റിയെ ആ ഒരു റീസൺ പറഞ്ഞ് വെറുക്കുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗോവിന്ദസ്വാമി ചെയ്ത തെറ്റിന് നമ്മൾ എല്ലാ പുരുഷന്മാരെയും മനസ്സിലാകും. പുരുഷൻ എന്ന് പറഞ്ഞാൽ വർഗത്തെ തന്നെ ഒഴിവാക്കണം എന്ന് നമ്മൾ പറയണ്ടേ? അല്ലെങ്കിൽ ഇതുപോലെ ഇഷ്ടം പോലെ ക്രിമിനൽസ് ആയ സ്ത്രീകളുണ്ട്. അവരിൽ ഒരാൾ ചെയ്ത ഏതെങ്കിലും ഒരു കുറ്റത്തെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്ത്രീ സമൂഹത്തെ തന്നെ, ആ വർഗത്തെ തന്നെ ഒഴിവാക്കണം, സമൂഹത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കണം എന്ന് നമുക്ക് പറഞ്ഞൂടെ? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെ ഇവിടെയും ഈ കമ്മ്യൂണിറ്റിയിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവിടെയും ഇവിടെയും ഓരോരുത്തർ ചെയ്ത പ്രശ്നങ്ങൾക്ക് എന്തിനാണ് ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം കുറ്റം പറയുന്നത്? അതിലൊരു ലോജിക് ഇല്ലല്ലോ. തെറ്റ് എന്നുള്ളത് റെസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ,
സ്ത്രീ ആയാലും പുരുഷനായാലും ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആരോ ആയിക്കോട്ടെ, തെറ്റ് ചെയ്തവർ ഇൻഡിവിജ്വലി തെറ്റ് ചെയ്തവരാണ്, അവരാണ് കുറ്റക്കാർ. ആ ഇൻഡിവിജ്വൽ പേഴ്സണെ നമ്മൾ കുറ്റം പറയാം, അല്ലെങ്കിൽ അയാൾക്ക് ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരാൾ ചെയ്ത തെറ്റിന് ആ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരെയും ശിക്ഷിക്കണം, എല്ലാവരെയും ലൈക്ക് മുൾമുനയിൽ നിർത്തണം എന്നൊന്ന് പറഞ്ഞാൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല പേഴ്സണലി. എനിക്കറിയാം ഞാനിപ്പോ പറഞ്ഞതിനോട് എതിർക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലും ഉണ്ടായിരിക്കുക. ഐ നോ ദാറ്റ്. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിനോട് കംപ്ലീറ്റ്ലി എതിർപ്പും ഒട്ടും യോജിക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും കൂടുതൽ ഉണ്ടാവുക. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പെർസ്പെക്ടീവ്സ് ആണ്. ഒരേ കാര്യത്തിന് ഒരു 10 പേരുണ്ടെങ്കിൽ 10 പെർസ്പെക്ടീവ്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ കാര്യത്തിൽ ഞാൻ അറിഞ്ഞു വെച്ച ശരികളും എനിക്ക് കിട്ടിയ അറിവുകളും വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഇവരെ സപ്പോർട്ടാണ് ചെയ്യുന്നത്. ആക്ച്വലി കുറെ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇവർക്ക് അഗെയിൻസ്റ്റ് അല്ല, പക്ഷെ ഞാൻ ഇവരെ സപ്പോർട്ടും ചെയ്യുന്നില്ല എന്നുള്ളത്. അതാണ് അവരുടെ പെർസ്പെക്റ്റീവ്. പക്ഷെ എന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമലി സ്ട്രെയിറ്റ് ആയി ജനിക്കുന്ന ഒരു മനുഷ്യനേക്കാൾ ഒത്തിരി 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 അവഗണനയും ജനിക്കുന്ന അന്ന് തൊട്ട് അല്ലെങ്കിൽ വളർന്നു വരുന്ന ഏറ്റവും കുഞ്ഞുനാൾ തൊട്ട് മരണം വരെ അവഗണനയും പുച്ഛവും പരിഹാസവും ഈ പറഞ്ഞ പോലെ അത്രയും ഹ്യൂമിലിയേഷനും മാത്രം കിട്ടിയിട്ടാണ്, അതും സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന്, സ്വന്തം കൂട്ടുകാരുടെ അടുത്ത് നിന്ന്, സൊസൈറ്റിയിൽ നിന്ന് മുഴുവൻ ഇത്രയും അവഗണനയും പരിഹാസവും കിട്ടി വളർന്നു വരുന്ന ആൾക്കാർക്ക് ആക്ച്വലി ഞാൻ അവരെ കൂടുതൽ ചേർത്ത് പിടിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ അവരത്രയും അനുഭവിച്ചിട്ടാണല്ലോ വളർന്നു വരുന്നത്. ഒരു സൊസൈറ്റിയിൽ എല്ലാവരെയും പോലെ നോർമലി ബ്രീത്ത് ചെയ്ത് ജീവിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. എവിടെ ഒരു സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 പേര് കൂട്ടം കൂടി ഇവരിങ്ങനെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ ഇങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ, ഇങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ അവരെ കൂടുതൽ ചേർത്ത് പിടിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് പേഴ്സണലി ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. എനിക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, ഇതിന് കൂടുതലും ഞാൻ പറഞ്ഞതിനോട് എതിർക്കുന്ന ആൾക്കാരായിരിക്കും ഭൂരിപക്ഷം ഉണ്ടായിരിക്കുക. പക്ഷെ എന്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പെർസ്പെക്റ്റീവ്സ് എന്താന്നുള്ളത് നിങ്ങൾക്ക് തുറന്ന് പറയാവുന്നതാണ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ്സ് മാറ്റണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഐഡിയോളജീസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള POVs ഉണ്ട്, എല്ലാം ശരിയാണ്. ഞാൻ എന്റേത് ഷെയർ ചെയ്തത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഓക്കെ, ഇവരിലെ കുറച്ച് പേര് ചെയ്തിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളെയൊക്കെ സൂപ്പറാന്നല്ല ഞാൻ പറയുന്നത്. ഇഷ്ടംപോലെ നമുക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ആ ആളെ മാത്രമേ ഞാൻ പറയുള്ളൂ. അയാൾ ട്രാൻസ്ജെൻഡർ ആണോ, ലെസ്ബിയൻ ആണോ, ഗേ ആണോ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആണാണോ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ത്രീ ആണോ എന്നൊന്നും ഞാൻ നോക്കില്ല. ആ കുറ്റം ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽ ആണോ, അയാളുടെ പേരെടുത്തേ ഞാൻ പറയുള്ളൂ. അല്ലാതെ അയാളുടെ ജെൻഡർ ഏതാന്ന് നോക്കിയിട്ടോ അയാളുടെ സെക്ഷുവാലിറ്റി ഏതാന്ന് നോക്കിയിട്ടോ അല്ല ഞാൻ ജഡ്ജ് ചെയ്യാം. അത്ര അതിനകത്ത് ഡിഫറൻസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ യെസ്, എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോ ഞാൻ ഈ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെന്റ്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ യെസ്, കാണുന്ന ആൾക്കാർ എന്റെ ചാനലൊന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ വൈബ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ ലൈക്ക് ചെയ്യുക, കോമെന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. സോ യെസ്, ഇനി അടുത്ത എപ്പിസോഡിൽ കണ്ടാലോ. അപ്പോൾ അതുവരേക്കും ടാറ്റാ.